അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസ്സരി ഉസ്താദിന്റെ രണ്ട് പ്രഭാഷണങ്ങളെ കട്ടുമുറിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച കുരുവട്ടൂരികളെ കയ്യോടെ പിടികൂടി നിങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. പല സ്ഥലങ്ങളിലും ബഹുമാനപ്പെട്ട ഹക്കീം അസ്സരി ഉസ്താദിന്റെ ആ ക്ലിപ്പിട്ടുകൊണ്ട് കാട്ടുവളപ്പിൽ നൗഷാദ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഞാൻ ഇവിടെ കാണിക്കും. അതിന്റെ മുമ്പ് കാട്ടുവളപ്പിൽ നൗഷാദ് കട്ടുമുറിച്ച ക്ലിപ്പിട്ടുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇപ്പൊ ഞാൻ കാണിച്ച ആളുണ്ടല്ലോ ഹക്കീം മുസ്ലിയാർ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മശായിഖ് ആവണമെങ്കിൽ വലിയ വിവരം വേണം എന്ന് പറഞ്ഞാൽ അവരെ പണ്ഡിതന്മാരൊക്കെ വലിയ വിവരമുള്ള ആളുകളാണ്, അതുകൊണ്ട് അവരേതാവാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. പച്ചക്കള്ളമാണ് നൗഷാദ് ഇതിൽ പറയുന്നത്. മശായിഖ് ആവണമെങ്കിൽ അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമയാവണം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഷെയ്ഖ് ആവാൻ ആവശ്യമായ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് ചിലതൊക്കെ ബഹുമാനപ്പെട്ട ഹക്കീം അസ്സരി ഉസ്താദ് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ നമ്മുടെ പണ്ഡിതന്മാരാണ് ഇതിന് അർഹതയുള്ളത്, ഈ നിബന്ധനക്ക് ഒത്തത് നമ്മുടെ പണ്ഡിതന്മാരാണ് എന്നൊന്നും ബഹുമാനപ്പെട്ട അസ്സരി ഉസ്താദ് ആ വിഷയത്തിൽ ഒരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ആ പ്രസംഗത്തിൽ ഉസ്താദ് അവർകൾ പറയുന്നത് തന്നെ ബഹുമാനപ്പെട്ട CP ഉസ്താദിന്റെ ഉറൂസ് നടക്കുമ്പോഴാണ്. അവിടെ പറയുന്നത് മുദരിസുമാരെ സംബന്ധിച്ചാണ്, ആലിമീങ്ങളെ സംബന്ധിച്ചാണ്. ആലിമും മുദരിസുമായ CP ഉസ്താദ് ദർസ് നടത്തിയ സ്ഥലങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ട് അങ്ങനെ മുദരിസായി നിലകൊള്ളുക, ഇൽമു പഠിപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഇബാദത്ത് എന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട അസ്സരി ഉസ്താദ് അവിടെ വിശദീകരിക്കുന്നത് തന്നെ. അതൊക്കെ പറഞ്ഞിങ്ങനെ വന്നിട്ടാണ് ആ ആലിമീങ്ങൾ പറയുന്നിടത്ത് നമ്മൾ സാധാരണക്കാർ നിൽക്കണം, സാധാരണക്കാരായ ആളുകൾ ആലിമീങ്ങൾ ഇന്ന ആളുടെ അടുക്കലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല, അത് പേച്ചതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അസ്സരി ഉസ്താദ് ഷെയ്ഖ് ആവണമെങ്കിലുള്ള നിബന്ധന തന്നെ എങ്ങനെയാണ്, അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമയാവണം എന്നൊക്കെ വിശദീകരിക്കാണ്. അവിടെ ഒരിക്കലും നമ്മളെ പണ്ഡിതന്മാരാണ് അതിന് അർഹതയുള്ളത്, അതുകൊണ്ട് വേറെ ആർക്കും ഷെയ്ഖ് ആവാൻ പറ്റില്ല, ഈ ഷെയ്ഖിന് പറഞ്ഞ നിബന്ധനകളൊക്കെ അത് നമ്മളെ ആലിമീങ്ങൾക്കാണ് ഉള്ളത് എന്നൊന്നും ബഹുമാനപ്പെട്ട അസ്സരി ഉസ്താദ് പറഞ്ഞിട്ടേ ഇല്ല. പച്ചക്കള്ളം പറയാണ്. ഇനി ബാക്കി കേട്ട് നോക്കൂ. പറഞ്ഞാൽ അവരെ പണ്ഡിതന്മാരൊക്കെ വലിയ വിവരമുള്ള ആളുകളാണ്, അതുകൊണ്ട് അവരേതാവാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഒന്ന് കേട്ടു നോക്കൂ. അപ്പോ മശായിഖന്മാരെന്ന് പറയുന്നത് അഗാധ പാണ്ഡിത്യമുള്ളവരും അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അറിവുള്ളവരും മതത്തിന്റെ വിഷയത്തിൽ കർമ്മശാസ്ത്ര നിയമശാസ്ത്ര അറിവുകൾക്ക് പുറമെ അഖീദയെ ഗണ്ണിക്കുന്ന ആര് വന്നാലും അതിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും തിരുത്താനും കഴിവുള്ളവരും ആയിരിക്കണം എന്നത് ഷർത്താ. മശായിഖന്മാർക്കുള്ള നിബന്ധനയാണ് ബഹുമാനപ്പെട്ട അസ്സരി ഉസ്താദ് അവിടെ പറയുന്നത്. അങ്ങനെ ഷർത്ത് ഇല്ല എന്നാണോ നൗഷാദെ നീ പറയുന്നത്? എങ്കിൽ നീ തന്നെ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. ഷെയ്ഖിന്റെ നിബന്ധന എന്താ കേട്ടോ? അത് ഞാൻ ഈ കിതാബിൽ നിന്ന് തന്നെ വായിച്ചു തരാം. എല്ലാം കൂടി പറയാൻ എനിക്ക് സമയമില്ല, ഒറ്റ വാക്കിൽ പറയാം. നമ്മളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ഷെയ്ഖിന്റെ നിബന്ധന കേട്ടോളൂ. അയ്യകൂന ആലിമൻ ബിമാ യഹ്താജു ഇലൈഹിൽ മുരീദൂന മിനൽ ഫിഖ്ഹി വൽ അഖായിദി ബിഖദരി മാ യസീലു സുബ്ഹ അല്ലതി തഅരിബു ലിൽ മുരീദി ഫിൽ ബിദായത്തി. കണ്ടോ, തുടക്കഘട്ടത്തിൽ മുരീദിന് ആവശ്യമായ എല്ലാ ഇഷ്കാലുകളും തീരുന്ന രൂപത്തിൽ അഖീദയും ഫിഖ്ഹും എല്ലാം തികഞ്ഞ ഒരു ആലിമായിരിക്കണം. അതാണ് ഷെയ്ഖിന്റെ ഒന്നാമത്തെ നിബന്ധന. എല്ലാ ഷർത്തും കൂടി പറയാൻ നമുക്ക് സമയമില്ല, ഏതായാലും ഇത് പറയൽ നിർബന്ധമാണല്ലോ. അപ്പോ നൗഷാദ് എണ്ണി പറയാണ്, ഷെയ്ഖിൽ ഒരുപാട് ഷർത്തുകളുണ്ട്. അതിൽ ആദ്യത്തെ ഷർത്ത് എന്താ? അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമയാവണം. കഴിഞ്ഞിട്ടില്ല, ഇനിയും നൗഷാദ് പറയട്ടെ. കഴിഞ്ഞിട്ടില്ല. പിന്നെയുണ്ട് അയ്യക്കൂന ആരിഫൻ ബികമാലാത്തിൽ ഖുലൂബി വആദാബിഹാ വആഫാത്തിൻ നുഫൂസി വഅംറാദിഹാ വകൈഫിയത്തി ഹിഫ്ദി സിഹ്ഹതിഹാ വഇജ്തിദാലിഹാ. ഒരു മുരീദിന്റെ മനസ്സിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് നന്നാക്കി മാറ്റാൻ കഴിയും. ഇത് ഷെയ്ഖിന്റെ അടുത്ത് എന്നാ ഓൻ പഠിക്കുന്നത് തെറി പറയല. ഇതെങ്ങനെ ഷെയ്ഖാവുക? ഷെയ്ഖിനെ കുറ്റം പറഞ്ഞ എല്ലാവരും ഭയങ്കര തെറി. ഇതാ ത്വരീഖത്ത്. അതിന് ത്വരീഖത്ത് എന്നല്ല പറയാ, അത് ഇബ്ലീസിന്റെ കണ്ടില്ലേ? ഇതൊക്കെ ഷർത്താണ്. മുരീദിന്റെ മനസ്സിലുള്ള എല്ലാ രോഗങ്ങളെയും അറിഞ്ഞ് ചികിത്സിക്കാൻ കഴിയുന്നവരാവണം ഷെയ്ഖ്. നൗഷാദ് പറഞ്ഞ വളരെ കറക്റ്റാ. ഇപ്പത്തെ അവസ്ഥ എന്താ? ഷെയ്ഖാണെന്നും പറഞ്ഞ് ഇരുന്നിട്ട് അല്ലെ ആ ഷെയ്ഖിനെ ആരെങ്കിലും എന്തെങ്കിലും പറയാണ് വിമർശിക്കുകയാണെങ്കിൽ പിന്നെ ആ ആളുകൾ തെറി പറഞ്ഞ് നടക്കാം. ഇതന്നെയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ നൗഷാദും കുരുവട്ടൂരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേറെ വിഷയം. ഏതായാലും ഇനി വല്ല ഷർത്തുണ്ടോ നൗഷാദെ? മാത്രല്ല കേട്ടോ, ഒന്നുകൂടി കേട്ടോ, ഒരുപാടുണ്ട്. ഇപ്പോ ഒന്ന് ഷെയ്ഖിന്റെ വേറെ ഒരു നിബന്ധന, മുരീദുമാരെ പൈസ കണ്ട് ഷെയ്ഖ് ഓനതിന് പറ്റില്ല. കേട്ടില്ലേ? ഒരുപാട് നിബന്ധനകളുണ്ട്. ഒന്നും കൂടിയാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞുള്ളൂ. ഇങ്ങനെ എത്ര നിബന്ധനകളുണ്ട് ഒരാൾ ഷെയ്ഖ് ആവണമെങ്കിൽ. മുരീദാവണമെങ്കിലും അതുപോലെ തന്നെ ധാരാളം നിബന്ധനകളുണ്ട്.
ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട അസരി ഉസ്താദ് ഇപ്പൊ അതിൽ നിന്ന് കാര്യമായിട്ട് ഒന്ന് രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നൗഷാദ് അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി എന്താ പറഞ്ഞത് ബാക്കിയുള്ളതും കൂടി കേട്ടോക്കി. അപ്പൊ നമ്മൾ ഈ മശായിഖുമാരുടെ പാതയിൽ അവർ വെച്ചിട്ടുള്ള അദ്കാറുകളും സ്വലാത്തുകളും ചൊല്ലുമ്പോൾ ആ ഒരു ഹുബ്ബിന്റെ ഒരു കണക്ടിവിറ്റി അതിന്റെ കൂടെ ഉണ്ടായി, അതിലൂടെ രക്ഷപ്പെടാം എന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത്. അള്ളാഹു ആ നിലക്ക് കണ്ടോ, ഇവരുടെ സഭ അതാണ് മശായിഖ് എന്ന് പറഞ്ഞ് ആ മശായിഖ് വലിയ അഗാധജ്ഞാനമുള്ളവരാകണം. ബഹുമാനപ്പെട്ട ജീലാനി വൈലത്തൂര് തങ്ങൾ പാപ്പ പറഞ്ഞത് എത്ര സത്യം. ഇവരുടെ ശൈഖാണ് എന്ന് പറയപ്പെടുന്ന കുരുവട്ടൂർ അബ്ദുൽ ഹക്കീമിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അവൻ കള്ളനാണ്, പെരുങ്കള്ളനാണ്, കാട്ടുകള്ളനാണ് എന്നാണ് ബഹുമാനപ്പെട്ട ജീലാനി വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞത്. ആ കാട്ടുകള്ളന്റെ അനുയായിയിൽ നിന്ന് ഇതല്ലാതെ നമ്മൾ എന്ത് പ്രതീക്ഷിക്കാനാ? തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ക്ലിപ്പുകളെ അരമുറിയാക്കി കാമുറിയാക്കി പ്രദർശിപ്പിക്കുകയാണ്. ഇതിൽ വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട അസരി ഉസ്താദ് വിഷയങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഒരിക്കലും നമ്മുടെ സഭയാണ് മശായിഖ് എന്ന് പറഞ്ഞിട്ടില്ല. CP ഉസ്താദിന്റെ ഉറൂസ് നടക്കാണ്, ആലിമീങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരിക്കലും അവിടെ നമ്മുടെ സഭയാണ് മശായിഖ്, ആ സഭയിലുള്ള ആലിമീങ്ങൾക്ക് മശായിഖന്മാരാവാനുള്ള യോഗ്യത ഉള്ളൂ എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. പച്ച കള്ളം പറയുകയാണ്. ഇനി ബാക്കിയുള്ളതും കൂടി കേട്ടോക്കി, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അസരി ഉസ്താദ് എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ ഇതില് കാണിക്കും. ആ മശായിഖ് വലിയ അഗാധജ്ഞാനമുള്ളവരാകണം. അപ്പൊ അവര് ഈ വിജ്ഞാനങ്ങളൊക്കെ പഠിച്ച് അതേ സമയത്ത് വിലായത്തിന്റെ അഹ്ലുകാർ അവർ ഓതിയതുപോലെയുള്ള കിതാബൊന്നും ഓതാത്തവരായിരിക്കും പലരും. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഈ രൂപത്തിൽ അഗാധജ്ഞാനമില്ല. നമ്മുടെ ഈ പണ്ഡിത സഭ ശൂറയാണ് എന്നൊക്കെയാണ് അദ്ദേഹം അതിൽ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഈ സൂറയാണ് മശായിഖ് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞു വരുന്നത് എന്ന്. ഒരിക്കലും അങ്ങനെയൊന്നും ബഹുമാനപ്പെട്ട ഹക്കീം അസരി ഉസ്താദ് പറഞ്ഞിട്ടില്ല. എന്താണ് ഹക്കീം അസരി ഉസ്താദ് പറഞ്ഞത് എന്ന് നൗഷാദ് കട്ടുമുറിച്ച ക്ലിപ്പിന്റെ അപ്പുറവും ഇപ്പുറവും കുറച്ച് ഭാഗം നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. 13 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണമാണ്. അത് മുഴുവനായിട്ടും ഇതിൽ കൊടുക്കുന്നില്ല, ചെറിയൊരു ഭാഗം. മശായിഖന്മാര് അവരുടെ ശിഷ്യന്മാർക്ക് കുറെ കാലം കൂടെ നടക്കുമ്പോൾ ചില ദിക്റുകൾ കൊടുക്കും. ആ ദിക്റുകൾ ചൊല്ലി ഉഷാറാകുമ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ കൊടുക്കും, പിന്നെ കൂടുതൽ കൊടുക്കും, അങ്ങനെ മുരീദാക്കും. പിന്നെയും കുറെ കാലം കഴിഞ്ഞാൽ മുരീദുമാരെ കൂട്ടത്തുന്ന ഒരാളെ ഖലീഫയാക്കും. പിന്നെ ആ ഖലീഫ മൂത്ത് പിന്നെ ഷെയ്ഖാകുമ്പോൾ അവർ വലിയ ഫഖീഹും എല്ലാ മസാലകളും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളും, ഏത് യുക്തിവാദി വന്നാലും വഹാബി വന്നാലും മൗദൂദി വന്നാലും അവരോടൊക്കെ ഖണ്ഡിക്കാൻ കഴിയുന്ന, അഖീദ പിഴച്ചു പോകുന്ന ആളുകളെ രക്ഷിക്കാൻ കഴിയുന്ന ആളായിരിക്കാം ഷെയ്ഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇജാസത്ത് എവിടുന്നാലും വാങ്ങി യാ ഹയ്യ് യാ ഖയ്യൂം ചൊല്ലിക്കോളി എന്ന് പറയുമ്പോഴേക്ക്, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചൊല്ലിക്കോളി എന്ന് പറയുമ്പോഴേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പിന്നെ പിറ്റേന്ന് മൂപ്പരും ഷെയ്ഖായി മാറും. അങ്ങനെയുള്ള അവസ്ഥകൾ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ പഴയ കാലത്ത് തന്നെ ഈ ഒരു മേഖലയെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച മഹാനായ ഇമാം ഗസാലി തങ്ങൾ തന്നെ ഈ രൂപത്തിലുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി വളരെ കൃത്യമായി അടയാളങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അത് ലോകത്ത് കഴിഞ്ഞ എല്ലാ ഔലിയാക്കന്മാരും മശായിഖന്മാരും ഉലമാവും അവരത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒരു സൂഫിയത്തിന്റെ ഏറ്റവും വലിയ നേതാവാണ്. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പക്ഷെ സൂഫിയായിട്ടാണ് അറിയപ്പെടുന്നത്. അവരേറ്റവും വലിയ ഫഖീഹു ആയിരുന്നു. അതുകൊണ്ടാണ് ഹല്ലാജ് അവരുടെ ആ വിധി വരുന്ന സമയത്ത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഖാദിയുടെ കോട്ടെടുത്തിട്ട് മൂപ്പരാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോ മശായിഖന്മാരെന്ന് പറയുന്നത് അഗാധ പാണ്ഡിത്യമുള്ളവരും അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അറിവുള്ളവരും മതത്തിന്റെ വിഷയത്തിൽ കർമ്മശാസ്ത്ര നിയമശാസ്ത്ര അറിവുകൾക്ക് പുറമെ അഖീദയെ ഗണ്ണിക്കുന്ന ആര് വന്നാലും അതിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും തിരുത്താനും കഴിവുള്ളവരും ആയിരിക്കണം എന്നത് ഷർത്ത. അപ്പൊ നമ്മൾ ഈ മശായിഖുമാരുടെ പാതയിൽ അവർ വെച്ചിട്ടുള്ള അദ്കാറുകളും സ്വലാത്തുകളും ചൊല്ലുമ്പോൾ ആ ഒരു ഹുബ്ബിന്റെ ഒരു കണക്ടിവിറ്റി അതിന്റെ കൂടെ ഉണ്ടായി, അതിലൂടെ രക്ഷപ്പെടാം എന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത്. അള്ളാഹു ആ നിലക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതം നന്നാക്കി തരികയും മഹാന്മാരുടെ പൊരുത്തവും അവരുടെ വഴിയിലുള്ള സഞ്ചാരവും അവർ നമുക്ക് കാണിച്ചു തന്ന നന്മയെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇനി മറ്റൊന്ന്, 5-8 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഹക്കീം അസരി ഉസ്താദിനോട് ഒരു ചാനൽ നടത്തിയ ഇന്റർവ്യൂ ആണ്. അത് പല സ്ഥലങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കുരുവട്ടൂരികൾ കട്ടുമുറിച്ച് കേൾപ്പിക്കാറുണ്ട്. ഈ അടുത്ത ദിവസവും അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ കൃത്യമായ വിശദീകരണം? ബഹുമാനപ്പെട്ട അസരി ഉസ്താദിന്റെ ക്ലിപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാം. എന്താണ് ആ വിഷയം? ആ ചാനലിൽ കാര്യമായി ചർച്ച ചെയ്യുന്നത് സുന്നി ഐക്യത്തെ സംബന്ധിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ ആ അവതാരകൻ അസരി ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട്, പൊതുവായ വിഷയങ്ങളിൽ മുസ്ലിംകളെ ആകെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോ മുജാഹിദ് പോലെയുള്ള വിഭാഗങ്ങളെ കൂടി കൂട്ടിയിട്ട് ഒന്ന് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് വളരെ കൃത്യമായ മറുപടിയും ബഹുമാനപ്പെട്ട അസരി ഉസ്താദ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും
സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. അത് ചോദിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട അസരി ഉസ്താദ് അവിടെ ഐക്യം അത്യാവശ്യമാണ്, അനിവാര്യമാണ്, അത് തന്നെയാണ് എന്റെ നിലപാട് എന്നൊക്കെ അസരി ഉസ്താദ് പറയുന്നുണ്ട്. പക്ഷേ അതിനെ വികൃതമാക്കി കുരുവട്ടൂരി കാട്ടുവളപ്പിൽ നൗഷാദ് അവതരിപ്പിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ ഇപ്പൊ ഇവിടെയുള്ള സ്റ്റേജ് ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഹക്കീം അസരി എന്താ പറഞ്ഞറിയോ? വഹാബികളോട് ബന്ധം ആകുന്നു എന്ന് മാത്രമല്ല, ആകണം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അതാണ് ഏറ്റവും വലുത്. ഞാൻ വെറുതെ പറയല്ല. അബ്ദുൽ ഹക്കീം അസ്ഹരിയോട് ഒരു ചാനൽ നടത്തിയ അഭിമുഖത്തിൽ അയാൾ തീർത്തു പറയുന്നുണ്ട്, ബന്ധമാകണം, വഹാബികളോടൊക്കെ ബന്ധമാകണം എന്നതാണ് എന്റെ അഭിപ്രായം. ആദ്യം ഇയാളൊക്കെ ചെവിന്റെ കുന്നി പിടിച്ച് പുറത്താക്കണ്ടേ, എന്നിട്ടല്ലേ ആ മൈക്ക് പിന്നെ നോളേജ് സിറ്റിയിലേക്ക് തിരിച്ചു വെക്കണ്ടേ? ഒന്ന് കേട്ടോളൂ അയാൾ അഭിമുഖം. ആയിക്കോട്ടെ, എന്നാലാവാം എന്ന് മറുപക്ഷം പറഞ്ഞാൽ ഇരിക്കാം. യുവപക്ഷം എന്നുള്ള നിലക്ക് നമുക്ക് സംഘടനകൾ മാത്രമല്ല, സമസ്തയും കാന്തപുരം വിഭാഗവും മാത്രമുള്ള ഐക്യത്തിലപ്പുറം മറ്റു മുസ്ലിം വിഷയങ്ങൾ വരുമ്പോൾ മുജാഹിദ് പോലെയുള്ള സംഘടനകളുമായൊക്കെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മനോഭാവം അങ്ങനെയുണ്ട്. അത് പൊതുവിഷയങ്ങളിൽ എല്ലാവരും സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത്. അതിന് ഇവിടെ ഒരു മുസ്ലിം പക്ഷം എന്നുള്ള നിലക്ക് ശക്തമായി പ്രവർത്തിക്കാൻ ഇവിടെ സമസ്ത തന്നെ മതി, മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി. പക്ഷേ ഈ ഐക്യം പറയുമ്പോഴൊക്കെ തങ്ങളുടെ ഓരോ വാക്കിലും വരുന്നത് വീണ്ടും വീണ്ടും അവരെ കുത്തി നോക്കുന്ന ചില പദപ്രയോഗങ്ങളാണ്. ഇപ്പോഴുള്ള സാഹചര്യമാണ് ഞാൻ പറയുന്നത്, മാറണം. അത് ഞാൻ പറഞ്ഞു, ഒരു കുറച്ച് ആളുകൾ മാത്രമേ ഇത് പറയാറുള്ളൂ. ഞാൻ വ്യക്തിപരമായി ഇത് പറയുന്ന ആളുമല്ല. അപ്പൊ ഐക്യം വേണം. നമ്മൾ യുവജനങ്ങളുടെ നിലക്ക് നമ്മൾ നടത്തുന്ന ഒരു കാര്യം വളരെ കുറഞ്ഞ ആളുകളെ ഇത് പറയുന്ന ആളുള്ളൂ. ഞാനൊന്ന് വ്യക്തിപരമായി പറയുന്ന ആളുമല്ല. ഐക്യം വേണം എന്നാണ് അവരിപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ 110ന്റെ കഥയപ്പോ ഞാനീ പറയുന്നത്. ബഹുമാനപ്പെട്ട അസരി ഉസ്താദ് പറയുന്ന ഈ ഭാഗം കേട്ടാൽ തന്നെ സുന്നി ഐക്യത്തെ സംബന്ധിച്ചാണ് പറയുന്നത് എന്ന് എല്ലാവർക്കും തിരിയില്ലേ? എന്നിട്ട് കാട്ടുവളപ്പിൽ നൗഷാദ് അവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക. വഹാബികളോട് ബന്ധം വേണം, വഹാബികളോട് ബന്ധമാകണം, ഐക്യമാകണം, അതാണ് എന്റെ നിലപാട്, കുറഞ്ഞ ആളുകൾ മാത്രമേ അങ്ങനെ പറഞ്ഞുള്ളൂ എന്ന്. അപ്പൊ ഐക്യമാകണം എന്നാണ് ഇവരുടെ നിലപാട് എന്നും പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കല്ലേ. ഈ നിങ്ങൾ ബഹുമാനപ്പെട്ട ഹക്കീം അസരി ഉസ്താദ് പറഞ്ഞ അത് കുറച്ച് ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. അതിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ മനസ്സിലാവും. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള പലരുണ്ട്, അതിനുവേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിച്ചവർ. ചിലർ മരിച്ചുപോയി, ചിലർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത്. ഒരു യുവപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുക, അതാണല്ലോ ചെയ്യാനുള്ളത്. പിന്നെ ആയിക്കോട്ടെ എന്നാലാവാം എന്ന് മറുപക്ഷം പറഞ്ഞാൽ ഇരിക്കാം. യുവപക്ഷം എന്നുള്ള നിലക്ക് നമുക്ക് അതിന് സംഘടനകൾ മാത്രമല്ല, സമസ്തയും കാന്തപുരം വിഭാഗവും മാത്രമുള്ള ഐക്യത്തിലപ്പുറം മറ്റു മുസ്ലിം വിഷയങ്ങൾ വരുമ്പോൾ മുജാഹിദ് പോലെയുള്ള സംഘടനകളുമായൊക്കെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മനോഭാവം അങ്ങനെയുണ്ട്. അത് പൊതുവിഷയങ്ങളിൽ എല്ലാവരും സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത്. അതിന് ഇവിടെ ഒരു മുസ്ലിം പക്ഷം എന്നുള്ള നിലക്ക് ശക്തമായി പ്രവർത്തിക്കാൻ ഇവിടെ സമസ്ത തന്നെ മതി, മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി. പക്ഷേ ഈ ഐക്യം പറയുമ്പോഴൊക്കെ തങ്ങളുടെ ഓരോ വാക്കിലും വരുന്നത് വീണ്ടും വീണ്ടും അവരെ കുത്തി നോക്കുന്ന ചില പദപ്രയോഗങ്ങളാണ്. ഇപ്പോഴുള്ള സാഹചര്യമാണ് ഞാൻ പറയുന്നത്, മാറണം. അത് ഞാൻ പറഞ്ഞില്ല, ഒരു കുറച്ച് ആളുകൾ മാത്രമേ ഇത് പറയാറുള്ളൂ. ഞാൻ വ്യക്തിപരമായി ഇത് പറയുന്ന ആളുമല്ല. അപ്പൊ ഐക്യം വേണം. നമ്മൾ യുവതരാന്നുള്ള നിലക്ക് നമ്മൾ നടത്തുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യണം. പക്ഷെ ഞങ്ങൾക്ക് അതിന് താല്പര്യമുണ്ട്, അതിനുള്ള ചില ഇനിഷ്യേറ്റീവ് നമ്മൾ നടത്തുന്നുണ്ട്. വ്യക്തിപരമായ ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കുന്നുണ്ട്, അവരുമായിട്ട് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. ഇനി അത് മുന്നോട്ട് കൂടുതൽ ശക്തിയായി നടത്തുകയും ചെയ്യും. എന്തായിരിക്കും ഐക്യത്തിന് നിങ്ങൾ വെക്കുന്ന ഒരു സൊല്യൂഷൻ? സംഘടനകൾ തമ്മിലുള്ള പൂർണ്ണമായ ലയനമായിരിക്കുമോ? പൂർണ്ണമായ ലയനമായാൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി വളരെ പെട്ടെന്ന് പൂർണ്ണമായ ലയനാകാൻ പ്രയാസമുണ്ടെങ്കിലും അതിനൊരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും, കൂടുതൽ സമയമെടുക്കും. അതേസമയത്ത് ഏറ്റവും ചുരുങ്ങിയത് പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ബന്ധപ്പെടാനും പ്രവർത്തിക്കാനും, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അങ്ങോട്ട് സഹായിച്ചു കൊടുക്കാനും, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളോട് ഇങ്ങോട്ട് സഹായിക്കാനും, കേവലം എന്നും എതിർപ്പും വിവാദവും മാത്രമായി നിൽക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ സാധിക്കുമല്ലോ. കേട്ടില്ലേ? സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി നിലപാട് പറയുകയാണ് ബഹുമാനപ്പെട്ട അസരി ഉസ്താദ്. അതിന്റെ അവസാന ഭാഗം അവതാരകൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ സുന്നി ഐക്യം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത്? ലയനമാണോ, അതല്ല രണ്ട് സംഘടനകൾ വേറെ വേറെ ആയിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ കൃത്യമായി അവിടെ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അത് മുജാഹിദുകളോട് ഐക്യമാകുന്നതിനെ പറ്റിയാണ് എന്നും പറഞ്ഞ് അന്തമില്ലാത്ത മുമ്പിലിരിക്കുന്ന കുരുവട്ടൂരികളെ പൊട്ടനാക്കാൻ കഴിയും എന്നല്ലാതെ ഇത് കേൾക്കുന്ന മറ്റാളുകൾക്ക് എല്ലാവർക്കും തിരിയും എന്താണ് അവിടെ പറയുന്നത് എന്ന്. ഈ രീതിയിൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളെ കട്ടുമുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കുരുവട്ടൂരികൾ. ഇവരാണ് പോലും ത്വരീഖത്തിന്റെ ആളുകൾ, ഇവരാണ് മെശായിഖന്മാരെ നിർദ്ദേശം കിട്ടി ചെയ്യുന്നവർ എന്നാണ് ഇവർ പറയുന്നത്. എങ്ങനെയാണ് ഈ ജാതി കള്ളത്തരങ്ങൾക്കൊക്കെ മെശായിഖന്മാർ നിർദ്ദേശം കൊടുക്കുക? അവരെങ്ങനെ ഇതിന് കൂട്ടുനിൽക്കും? അതുകൊണ്ട് ഇത്തരം ആളുകളുടെ കെണിവലകളിലൊന്നും ആരും പെട്ടുപോകരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.